Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാൻ മാർക്കറ്റിൽ എത്രത്തോളം വർക്കൗട്ട് ആയി, നമ്മൾ ഇന്നലെ പറഞ്ഞ കീ ലെവൽസ് മാർക്കറ്റിൽ വർക്കൗട്ട് ആയോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് പോകാം. ഇന്നലെ നമ്മൾ യൂറോസിൽ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ട്രെൻഡ് തന്നെ ബുള്ളിഷ് ആയിരുന്നു യൂറോസിയുടെ. സോ ബെയറിഷ് ആവണതിൽ ഒരു ലോജിക്ക് കണ്ടുണ്ടായില്ല. ഇന്നലെ പറഞ്ഞ കീ ലെവൽസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കീ ലെവൽ വൺ ഓഫ് ദ. ഇന്നലെ വീഡിയോ റെക്കോർഡ് ടൈമിൽ ഏകദേശം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലായിരുന്നു. സോ ഞാൻ പറഞ്ഞത് ഈ ഒരു ഫിജി ആയിരുന്നു കീ ലെവലായിട്ട് പറഞ്ഞത്. അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബൈ ട്രേഡ്സ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ആ ഫിജിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. മാർക്കറ്റ് നല്ലൊരു ബൈ മൊമെന്റം തന്നിട്ടുണ്ട് ആ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന്. പിന്നെ അതിൻ്റെ ജേർണീൻ്റെ ഇടയിൽ ഞാൻ വേറെ പറഞ്ഞത് ഈ ഒരു കീ ലെവൽസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്ന കീ ലെവൽസ് ആണ്. സ്റ്റിൽ ഇതിപ്പോൾ അൺമിറ്റിഗേറ്റഡ് ആണ്. ഫ്യൂച്ചറിൽ വരുമ്പോൾ നമുക്ക് അവിടെ ആക്ഷൻസ് നോക്കാം. പിന്നെ ഇന്നലെ മാർക്കറ്റ് അതിൻ്റെ ജേർണി അപ്പോഴ് കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ഇവിടെ ഏകദേശം ഇവിടെയും കീ ലെവൽസ് ഒക്കെ മേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് മൊമെന്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സോ വി ആർ സ്റ്റിൽ ബുള്ളിഷ് ഓൺ യൂറോഎസ്ഡി. ഇൻട്രാഡേ ബേസിസിൽ ചെറിയൊരു ബെയറിഷ്നെസ് കാണുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇന്നത്തേക്ക് വാച്ച് ചെയ്യുന്ന കീ ലെവൽ ഇതായിരിക്കും. ഇതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ യൂറോഎസ്ഡി നമുക്ക് വീണ്ടും ബൈ ചെയ്യുന്നതായിരിക്കും. ഇതായിരുന്നു ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് എൻ്റെ പേഴ്സണൽ പ്ലാന് യൂറോഎസ്ഡിക്ക് വേണ്ടിയിട്ടുള്ള. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ യൂറോഎസ്ഡി. ഇവിടെ നിന്ന് ഷോർട്ട്സ് അത്രയും നല്ല കൺഫർമേഷൻസോടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ യൂറോഎസ്ഡി ഷോർട്ട് ചെയ്യുള്ളൂ. ടിൽ ദിസ് മൊമെൻറ്റ് ഷോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കൺഫർമേഷൻസ് ഒന്നുമില്ല. നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും പ്രൈസ് ആക്ഷൻ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഡോളർ. നമ്മൾ ഡോളറിൽ കഴിഞ്ഞ കുറേ ആയിട്ട് ബെയറിഷ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പറഞ്ഞ കീ ഏരിയ ആയിരുന്നു ഇത്, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടവർക്ക് ഇത് മനസ്സിലായി. ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു ഈ ഒരു ലെവൽ എന്തായാലും മാർക്കറ്റ് എടുക്കും എന്നുള്ള കാര്യം. കാരണം ഇത് വളരെ പുഷ് ഇവിടെ നിന്ന് ഓൾറെഡി സെല്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡോളറിന്. അപ്പോൾ എന്തായാലും ഡോളർ ഡൗൺ ആവും. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് യൂറോഎസ്ഡി അപ്പ് ആവും എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച മുതലേ നമുക്ക് കിട്ടിയതായിരുന്നു. സോ നമ്മുടെ ആ ഒരു ട്രാക്കും സ്റ്റഡീസ് എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ ഡോളർ ബിഹേവ് ചെയ്തേക്കണത്. സോ ഫൈനലി നമ്മൾ ഈ പറഞ്ഞ സെൽ സൈഡ് ലിക്വിഡിറ്റി ഡോളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് യൂറോഎസ്ഡിയിൽ നല്ല ബൈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഡോളറും യൂറോഎസ്ഡിയും ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള പെയറാണ്. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ ഡോളറിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഫോർ ദ ഡേ ടിൽ ദിസ് മൊമെൻറ്റ് ഒരു ബുള്ളിഷ്നെസ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ബുള്ളിഷ്നെസ് ആണ് ഞാൻ കാണുന്നത്. അത്ര ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഡോളറിൽ കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഓവറോൾ ബയാസ് ബെയറിഷ് തന്നെയാണെങ്കിലും ഇൻട്രാഡേ ബേസിസിൽ ഒരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കീ ലെവൽസ് ഒന്നും എനിക്ക് യൂറോസ്റ്റിയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു കീ ലെവൽസ് ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഡോളറിൽ. ഡോളർ പറയാനാണെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ബെയറിഷ്, ഈ 4 ഹവർ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ ഈ ഒരു കീ ഏരിയാസൊക്കെ, ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി, ഈ ഏരിയാസൊക്കെ ആയിരിക്കും ഇനി വരുന്ന മണിക്കൂറുകൾ ഡോളറിൽ ഒരു ബെയറിഷ്നെസ് കിട്ടാൻ ചാൻസ് ഉള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡോളർ ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ. ആൻഡ് ഫൈനലി സോ ഐ എം ബുള്ളിഷ് ഓൺ യൂറോഎസ്ഡി ആൻഡ് ബെയറിഷ് ഓൺ US ഡോളർ. ആൻഡ് ഫൈനലി ഗോൾഡിലെ വ്യൂ നമ്മൾ ഇന്നലെ ഒരു ബുള്ളിഷ് വ്യൂ ആണെന്ന് പറഞ്ഞത്. കാരണം ബെയറിഷ് ആവാൻ മാത്രം പ്രത്യേകിച്ച് റീസൺസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലത്തെ ദിവസം പറയാനാണെങ്കിൽ ഗോൾഡ് ഒരു റേഞ്ചിങ് ആയിരുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇന്നലെ മാർക്കറ്റ് ഏകദേശം ഇവിടെ വെച്ചായിരുന്നു ഓപ്പൺ ചെയ്തത്. പ്രത്യേക ഒരു ബയാസോ ട്രെൻഡ് ഇന്നലെ ഗോൾഡ് നമുക്ക് തന്നിട്ടില്ല. പ്രത്യേകിച്ചൊരു കീ ലെവൽസും കാര്യങ്ങളൊന്നും ഇന്നലെ നമുക്ക് പറയാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മിനിഞ്ഞാന്നല്ല കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർക്കിൻ്റെ, അതായത് ഫ്രൈഡേക്കുള്ള ഈ ഒരു ബുള്ളിഷ് എന്നുള്ള മിറ്റിഗേഷൻ്റെ ഒരു ഇതുകൊണ്ടിട്ടാണ് മാർക്കറ്റ് അപ്പ് അയക്കുന്നത്. ടിൽ ദിസ് കാണാം ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രത്യേകം ഒരു ബയാസ് ഇന്നലത്തെ ദിവസം ഗോൾഡ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഓൾ ടൈം അടിച്ച് നിൽക്കണേയുള്ളൂ. സോ നമുക്ക് നോക്കാം വാട്ട്സ് നെക്സ്റ്റ്. അടുത്തായിട്ട് പറയാനാണെങ്കിൽ ഈ കാണുന്ന ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇവിടെ ആയിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ആ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിയിട്ടുണ്ട്. സോ വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ വീണ്ടും ബയേഴ്സ് കിക്കിനാവോ എന്നതായിരിക്കും ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അങ്ങനെ ബയേഴ്സ് ഇവിടെ കിക്കിനാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് മാത്രം കൺഫർമേഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബയേഴ്സിൻ്റെ ഐ വിൽ ഡെഫിനറ്റ്ലി ബൈ ഗോൾഡിൻ്റെ അപ്കമിങ് ഹവേഴ്സ്. ഞാൻ ഗോൾഡിൽ ബൈ ആയിരിക്കും എൻ്റെ വ്യൂ. ഇനി ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫെയിൽ ആവുന്ന കൺഫർമേഷൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഗോൾഡ് ഞാൻ ഷോർട്ട് ചെയ്യും. സോ ടിൽ ദിസ് മൊമെൻറ്റ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു കീ ഏരിയ മാത്രമേ ഉള്ളൂ. വേറെ കീ ഏരിയാസ് ഒന്നും ഗോൾഡ് ഇതുവരെ തന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നമ്മൾ 3 പേഴ്സിൻ്റെ വ്യൂ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഒന്ന് പറയാനാണെങ്കിൽ ന്യൂട്രലാണ് ഇതുവരെ. എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസ്, എന്താ പറയുക, ഒരു
കീ ലെവൽസ് ഒന്നും ഒറ്റ പേരും തന്നിട്ടില്ല. ഈവൻ ഇപ്പോൾ USD ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഏരിയ എത്തട്ടെ, കീ ലെവൽ എത്തട്ടെ. ഈ കീ ലെവൽ എത്തിയിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. ബിഫോർ ദാറ്റ് ഒരു കാര്യം കൂടെ, ഇന്ന് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് September 17th ആണ്. ന്യൂയോർക്ക് ടൈം 8:30 AM, അതായത് ഇന്ത്യൻ ടൈം 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. റീറ്റെയിൽ സെയിൽസും ആൻഡ് കോ റീറ്റെയിൽ സെയിൽസും ഉണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ നല്ല മൊമെൻ്റ് ഉണ്ടാക്കാൻ ചാൻസ്, നല്ല മൊമെൻ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാക്കും. സോ ഈ ഒരു ടൈമിൽ എൻ്റെ ഇൻട്രാഡേ പൊസിഷൻസ് ഒന്നും ഞാൻ ഹോൾഡ് ചെയ്യില്ല. സ്വിംഗ് പൊസിഷൻസ് മേ ബി ഞാൻ ഹോൾഡ് ചെയ്യും. SLs ഒക്കെ അത്രയും സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രം. ഇൻട്രാഡേ പൊസിഷൻസ് ഒന്നും ഞാൻ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം മൊമെൻ്റ് ഉണ്ടാവും. ഈവൻ എൻ്റെ ബയാസ് കറക്റ്റ് ആണെങ്കിൽ പോലും SL അടിച്ചിട്ട് മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആവാം. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഞാൻ പേഴ്സണലി ട്രേഡ് ആ ഒരു ടൈമിൽ ന്യൂസ് കഴിഞ്ഞിട്ട് ട്രേഡ് നോക്കാന്നുള്ളത് ഞാൻ പറയുള്ളൂ. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ ചെയ്യണമെങ്കിൽ കാര്യം പറഞ്ഞതാണ്. ഇൻട്രാഡേ ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ICT കൺസെപ്റ്റുകൾ മലയാളത്തിൽ പഠിക്കാം. ഞാൻ ഈ പറയുന്ന തിയറീസ് എല്ലാം, ഇവിടെ പറയുന്ന ഓരോ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളും മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാം ICT കൺസെപ്റ്റുകളുടെ ബേസിലാണ് കറൻസി സ്വീപ്സ് സംസാരിക്കുന്നത്. സോ ICT കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ കറൻസി സ്വീപ്സിൻ്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇവിടെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ ഈ കാണുന്ന ലേൺ സീരീസ് ഉണ്ട്. ഇതുവരെ 17 ടോപ്പിക്കുകൾ നമുക്ക് കവറപ്പ് ചെയ്തിട്ടുണ്ട് ICT ബേസ്ഡ് ആയിട്ട്. ഇനിയും ഒരുപാട് കൺസെപ്റ്റുകളും ടോപ്പിക്കുകളും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റ് എടുത്ത് വെച്ചിരുന്ന് എപ്പിസോഡ് 1 മുതൽ തന്നെ കാണാം. ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലോ ഗ്രൂപ്പിലോ വന്നിട്ട് ചോദിക്കുക. നമ്മൾ ഡെഫിനറ്റ്ലി റീപ്ലൈ തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി സ്വീപ്സ് നാളെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി സ്വീപ്സ്.